അപ്പോൾ ഇവിടെ പൂർണ്ണമായി സുരക്ഷിതരാണ്, BJP ഭരിക്കുന്ന രാജ്യത്ത് കൂടുതൽ സുരക്ഷിതരാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയപ്പോൾ അത് ഏതെങ്കിലും തരത്തിലൊരു ആശയക്കുഴപ്പം ഉണ്ടാക്കിയോ അതോ നേട്ടമായോ? ഈ വിമർശനത്തിന്റെ മേലിൽ ഏറ്റവും കൂടുതൽ ഏത് വിഷയമാണെങ്കിലും പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏറ്റവും കൂടുതൽ അത് വിമർശിക്കേണ്ടത് വിമർശനം തന്നതിന്റെ രൂപത്തിൽ കാന്തപുരം ഉന്നയിക്കാറുണ്ട്. ഈ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ എന്താ തെറ്റി? നമ്മുടെ രാജ്യത്ത് നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് അക്രമമാണ് ഉള്ളത്? നിലവിലെ സാഹചര്യത്തിൽ സാറ് എന്ത് പറയുന്നത്? നിലവിലെ സാഹചര്യത്തിൽ മുസ്ലിങ്ങൾക്ക് എന്ത് അക്രമമാണ് രാജ്യത്ത് നിന്ന് ഉണ്ടാകുന്നത്? ഒരിക്കലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല, മുസ്ലിങ്ങൾക്കുള്ള അക്രമമുണ്ടെങ്കിൽ അതൊക്കെ വ്യക്തമായ രൂപത്തിൽ തന്നെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ അത് ആ സമയത്ത് തന്നെ കാന്തപുരം ചൂണ്ടിക്കാണിക്കാറുണ്ട്. അപ്പൊ അങ്ങ് പറയുന്നത് വിമർശിക്കേണ്ട ഘട്ടങ്ങളിലെല്ലാം വിമർശിച്ചു, പക്ഷേ പ്രധാനമന്ത്രി എന്ന രീതിയിൽ അംഗീകരിക്കേണ്ടടുത്ത് അംഗീകരിച്ചു, കൂടിക്കാഴ്ച നടത്തി, വിദ്യാഭ്യാസത്തെക്കുറിച്ച് ന്യൂനപക്ഷ ക്ഷേമത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു, ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ നേട്ടം മുസ്ലിങ്ങൾക്ക് ന്യൂനപക്ഷ വിഭാഗത്തിന് എത്തിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ഈ കൂടിക്കാഴ്ച എന്നാണ് അല്ലെ? നേട്ടത്തിന് വേണ്ടിയല്ലാതെ ഇന്നേ വരെ ലോകത്തിലൊന്നും ചെയ്തില്ല. കാന്തപുരം വ്യക്തിപരമായിട്ട് കാന്തപുരത്തിന് എന്ത് നേട്ടമാണുള്ളത്? ആയിരക്കണക്കിന് അനാഥകളെ പോറ്റുന്ന കാന്തപുരത്തിന് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ മർക്കസ് നോളജ് സിറ്റി പോലത്തെ സ്ഥാപനങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടു നോക്കി. അവിടെ ഒന്നും അദ്ദേഹത്തിന് അത് കണ്ട ആളുകൾക്ക്, അദ്ദേഹത്തെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് അദ്ദേഹത്തെ വിമർശിക്കാൻ കഴിയില്ല. ഓക്കെ, അപ്പൊ ഒരു അദ്ദേഹത്തെ വിമർശിക്കുന്നത് മുസ്ലിം വിഭാഗത്തിലെ ഒരു ചെറിയ വിഭാഗമാണെന്നാണ് അങ്ങ് പറയുന്നത്. അങ്ങനെയാണ്. തികച്ചും മറ്റുള്ള മുസ്ലിം സംഘടനകൾ, ആ മറ്റുള്ള മുസ്ലിം സംഘടനകളാണ് അത് കൂടുതൽ ഞങ്ങൾ പേരെടുത്ത് പറയുന്നതിന് തെറ്റില്ല. കൂടുതൽ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി പോലത്തെ ആളുകളാണ് അതിൽ മുമ്പ്. എന്തുകൊണ്ടാണ് ഈ മുജാഹിദ് ഇവരെ എങ്ങനെ എതിർക്കുന്നത്? അപ്പൊ മുജാഹിദ് സംഘടനാ തലത്തിലുള്ള എതിർപ്പ് തന്നെ, സംഘടനാപരമായ എതിർപ്പ് കാന്തപുരം